ഛത്തീസ്ഗഡിൽ നടന്ന മാവോയിസ്റ്റ് വേട്ടയിൽ സുരക്ഷാ സേനയെ പ്രശംസിച്ച് കേന്ദ്രമന്ത്രി അമിത്ഷാ. മാവോയിസ്റ്റുകളെ ഒന്നടങ്കം ഉന്മൂലനം ചെയ്യണം. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2026 തന്നെ മാവോയിസ്റ്റുകളെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കണം. മാത്രമല്ല, ആക്രമണത്തിനും ആയുധങ്ങൾക്കും ഒരിക്കലും മാറ്റം കൊണ്ടുവരാൻ കഴിയില്ല. സമാധാനത്തിനും വികസനത്തിനും മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അതിനാൽ തന്നെ ആയുധങ്ങൾ കയ്യിലേന്തിയവർ ഉടൻ തന്നെ അത് താഴെ വെക്കണം എന്നതാണ് അമിത്ഷാ പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അദ്ദേഹം തന്റെ വാക്കുകൾ പങ്കുവച്ചിരിക്കുന്നത് എക്സ് അക്കൗണ്ടിലൂടെയാണ്. സുക്മയിൽ 16 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ നമ്മുടെ സുരക്ഷാ സേന വധിക്കുകയും വൻ ആയുധശേഖരം പിടിച്ചെടുക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 2026 മാർച്ച് 31 തന്നെ രാജ്യത്തു നിന്നും കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തെ പൂർണ്ണമായും ഇല്ലാതാക്കും. ആയുധങ്ങളോ അക്രമങ്ങളോ ഒരിക്കലും മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്ന ഒന്നല്ല. അതേസമയം സമാധാനത്തിനും വികസനത്തിനും മാത്രമാണ് മാറ്റം കൊണ്ടുവരാൻ കഴിയുകയും ചെയ്യുന്നത്. ആയുധം കയ്യിലേന്തി വിപ്ലവത്തിന് ശ്രമിക്കുന്നവർ ഇത് മനസ്സിലാക്കിയാൽ നന്നായിരിക്കുമെന്നാണ് അദ്ദേഹം എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് സുക്മ ദത്തേവാഡ അതിർത്തിയിലെ ഉപവള്ളി കോർപാൽ പ്രദേശത്ത് വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നതും. ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്കാണ് പരിക്കേറ്റതും. ഇതുവരെ ചികിത്സയിലായി ആശുപത്രിയിൽ കഴിയുന്നവർ ഏറെയാണ്. അതുപോലെ തന്നെ കൊല്ലപ്പെട്ട മാവോയിസ്റ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. സുക്മയിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഏറ്റുമുട്ടലുകളിൽ ഒന്നാണിതെന്നാണ് മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുന്നതും. അതുപോലെ തന്നെ സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം നക്സലൈറ്റ് വിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതും കോർപാൽ പോലീസ് സ്റ്റേഷൻ കീഴിലുള്ള വനത്തിൽ പുലർച്ചെ വെടിവെപ്പ് ഉണ്ടായതായും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തു നിന്ന് ഇതുവരെ 16 നക്സലൈറ്റുകളുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ഇപ്പോഴും തുടർന്നു വരികയാണ്. 2 ജവാന്മാർക്കാണ് ഈ ഒരു ഓപ്പറേഷനിൽ പരിക്കേറ്റിട്ടുള്ളതും. അവർ ഇപ്പോൾ അപകടനില തരണം ചെയ്തുവെന്നും പുറത്തു വരുന്ന സ്ഥിതി വിവരങ്ങളിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്നു. മറ്റ് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടിരിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ പരിക്കേൽക്കാനോ ഉള്ള സാധ്യത ഏറെയാണ്. മൃതദേഹങ്ങളുടെ തിരിച്ചറിയൽ പ്രക്രിയ പൂർത്തിയാക്കി കഴിഞ്ഞാൽ തന്നെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുകയാണ്. അതേസമയം കഴിഞ്ഞ ദിവസവും സമാനമായ ഏറ്റുമുട്ടൽ ഈ പ്രദേശത്ത് നടന്നു. അതുപോലെ തന്നെ സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിൽ വനത്തിനുള്ളിൽ വലിയ ആയുധധാരികളായ ഭീകരന്മാർ ഒളിച്ചു കഴിയുന്നുണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ സുരക്ഷാ സേന ശക്തമായി വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വീണ്ടും ഏറ്റുമുട്ടൽ നടക്കുന്നതും 16 മാവോയിസ്റ്റുകളെ വധിക്കുന്നതും. ആയുധധാരികളായ 5 പേർ ഇവർക്കൊപ്പം ഉണ്ടെന്നാണ് സൂചനകൾ പുറത്തു വന്നിരുന്നതും. കഴിഞ്ഞ 2 വർഷമായി ഇവർക്കുള്ള തിരച്ചിൽ നടത്തി വരികയായിരുന്നു. ഈ ഭീകരന്മാർ ഒളിച്ചു താമസിക്കുന്നതിനു വേണ്ടി തന്നെ പ്രദേശവാസികളെ ബന്ദികളാക്കി വെക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായും വൃത്തങ്ങൾ നൽകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഭീകരരുടെ പക്കൽ വൻ ആയുധശേഖരമുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഡ്രോൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചുകൊണ്ട് വനപ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. ഹരിനഗർ സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് അടുത്തുള്ള സന്യാൽ ഗ്രാമത്തിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നുകൊണ്ട് സുരക്ഷാ സേന തിരച്ചിൽ ആരംഭിച്ചിരുന്നു. പാകിസ്ഥാനുമായുള്ള അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ അകലെയുള്ള സന്യാൽ ഗ്രാമത്തിനുള്ളിൽ തീവ്രവാദികളുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയുകയും ചെയ്തിരുന്നു. വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിലെ ഒരു പോലീസ് സംഘം തിരച്ചിൽ ആരംഭിച്ചതായും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.